അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ സീ ടേർട്ടിലിനെ പിറ്റിൻ്റെ ഒരു ഡെമോയാണ്. ഓക്കെ, അപ്പോൾ ടേർട്ടിൽസ് വന്നിട്ട് കുറേ ഫോൾസ് പിറ്റെല്ലാം ഉണ്ടാക്കും. അതായത് നമ്മളെ കൺഫ്യൂസ് ചെയ്യാനും അതിനെ ഇരപിടിക്കുന്നതിനകത്ത് കൺഫ്യൂസ് ചെയ്യാനും കുറേ പിറ്റ്സ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഏതെങ്കിലും ഒന്നുള്ളതാണ് ഒറിജിനലായിട്ട് എഗ് ലേ ചെയ്യുവാൻ. ആ ലേൻ്റെ ഉള്ള ഓൾമോസ്റ്റ് ഷേപ്പും എഗ്സും കാണാൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഈ എഗ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനുള്ള വേണ്ട ആമ ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കേണ്ടത് ചൂടാണ് ഭൂമിയിൽ. അപ്പോൾ ചൂട് ശാലം ഉണ്ടെങ്കിൽ അത് പെണ്ണാകും, ചൂട് കുറവാണെങ്കിൽ അത് ആണാവും. അത് സെക്സ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ഇതിന് ടെമ്പറേച്ചറാണ്. അതുപോലെ വൺസ് ഒരു 40 ഡേയ്സ് കഴിഞ്ഞാൽ തൊട്ട് ഇത് വിരിയാൻ തുടങ്ങും. ഓക്കെ, ഇതിന് ഒരു ക്ലച്ചിനോട് തന്നെ അറൗണ്ട് മോർ ദാൻ 50 to 120 എക്സ് ഉണ്ടാവും. 120 എക്സ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് വൺസ് ഇത് 40 ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് ഒബ്സർവ് ചെയ്യുന്നുണ്ടാകും. ഇത് വിരിയണമെന്ന് വെച്ചാൽ കളക്റ്റീവായിട്ടാണ് മീലൊക്കെ വരാൻ ശ്രമിപ്പാൻ. അത് ആദ്യം വിരിഞ്ഞിട്ട് കുറേ ദിവസം ഇതിനവിടെ തന്നെ കിടക്കും, 2-3 ദിവസം ഇതിനവിടെ തന്നെ കിടക്കും. എന്നിട്ട് കളക്റ്റീവായിട്ട് ഒപ്പിച്ചാണ് ഒരു ദീർഘസമയമാണ് ഇതെല്ലാം പുറപ്പെട്ടു വരാൻ. എന്നിട്ട് പന്നച്ചും ഇത് നമ്മളെ ഹൊറൈസൺ സെൻസ് ചെയ്യും, അവിടെ ലൈറ്റ് സെൻസ് ചെയ്ത് അത് കടലേക്ക് ഇറങ്ങി താനെ പോകും. ഓക്കെ, ഇത്രയാണ് ഈ സാധനമാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞാൽ ഒരാൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിന് 40 to 60 ദിവസം വരെയാണ് കൗണ്ട് ഉള്ളത്. 40 to 60 ദിവസം കഴിഞ്ഞാൽ ഒരാൾ മുട്ട വിരിയുന്ന ടൈമാണിത്. അതായത് 40 മുതൽ 60 ദിവസത്തിനിടക്ക്, 40 കഴിഞ്ഞ് 60 ദിവസത്തിനിടക്ക് ഹാച്ച് ഔട്ട് സംഭവിച്ചത്. പിന്നെ നെക്സ്റ്റ് ഇത് ലൈഫ് സൈക്കിൾ. ഒരാമ മുട്ട വിരിയുന്നത് മുതൽ അതിൻ്റെ ജീവിക്കാനുള്ള മൊത്തം ലൈഫ് സ്പാൻ ഒരു 150 വർഷത്തോളം ലൈഫ് സ്പാൻ ഉണ്ട്. അതിൽ മുട്ട വിരിയുന്ന ആ ടൈം മുതൽ 30 വർഷം എടുക്കുന്ന പ്രായപൂർത്തിയാവും. 30 വർഷത്തിനുള്ളിൽ പ്രായപൂർത്തിയാവും. ഈ സമയത്തൊക്കെ അതിന് ഒരുപാട് പ്രെഡേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇവിടെ വരെയുള്ള ടൈമിന് ബ്ലാക്ക് ഡേ എന്ന് പറയും. അത് കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെസ്റ്റിംഗ് ടൈം നൈറ്റിംഗ് ടൈം ആകുമ്പോഴത്തേക്ക് അത് ഏത് ബീച്ച് സൈഡിൽ വെച്ചാണോ ഹാച്ച് ഔട്ട് ആയിരിക്കുന്നത് അതിൻ്റെ ലഗൂൺ ഏരിയയിലോട്ട് ഇത് വന്ന് മെയ്റ്റിംഗ് നടത്തി. ആ മെയ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ നെസ്റ്റ് അതിന് ആ ഒരു ഏരിയ നെസ്റ്റ് ചെയ്യാനുള്ള തീരെ സുരക്ഷിതമാണോ എന്ന് ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഏരിയയിലോട്ട് തിരിച്ചു വന്ന് അത് നെസ്റ്റിംഗ് ചെയ്യുക. ഇത് ഗ്രീൻ ടപ്പ് നമ്മുടെ നാട്ടുകാർ പറയുന്നത്. ഇതിന്റെ മുകളിൽ 1, 2, 3, 4, 5 പേരുണ്ടാവും സൈഡില്. ലാറ്ററൽ സ്ക്യൂൾ, സെൻട്രൽ സ്ക്യൂൾ 4, 1, 2, 3, 4, 5 സെൻട്രൽ സ്ക്യൂളും 4 ലാറ്ററൽ സ്ക്യൂളും ആണുള്ളത്. ഇതിനെ കാണാൻ അതിന്റെ ഈ ബീക്കാണെങ്കിൽ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാവുക. ഇതിന് പെയർ 1 പെയറാണ്. ഇതിന് തിരിച്ചറിയ ഐഡന്റിഫിക്കേഷൻ 1 പെയറായിട്ടാണ് ഇത് വരുന്നത്. ഇതിന് ഗ്രീൻ ടർട്ടിലാണ്. ഇതിൻ്റെ ഏകദേശം മുട്ട ഇടുമ്പോൾ 80 to 100, 120 മുട്ട വരെ ഇടും. അത് നൈറ്റ് ടൈമിലാണ്. നെസ്റ്റിംഗ് സീസൺ വരുന്നത് നൈറ്റ് ടൈമിലാണ്. അറൗണ്ട് 60 ഡേയ്സ് വരെ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ഒരു ആമ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് ഉടക്കാൻ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 60 ദിവസമാണ്. അതിൻ്റെ ക്ലച്ച് പെർ സീസൺ എന്ന് പറയുന്നത് 2 to 5 years ആണ്. അതിനുള്ള ഒരു ടൈപ്പ് സീസൺ ആയിരിക്കും മുട്ട ഇടാനുള്ള സീസൺ വരുന്നത്. പീരീഡ് ബിറ്റ്വീൻ നെസ്റ്റിംഗ് 10 മുതൽ 14 ദിവസത്തിനുള്ളിൽ ഒരു നെസ്റ്റിംഗ് കഴിഞ്ഞ് മറ്റേ നെസ്റ്റിംഗ് ടൈം 10 to 14 ദിവസം എടുക്കും. ആ നെസ്റ്റിംഗ് മൈഗ്രേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 മുതൽ 4 വർഷത്തേക്ക് ഇത് മൈഗ്രേഷൻ പീരീഡാണ്. അതായത് ആ ഏരിയ വിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സഞ്ചരിക്കാനുള്ള ഇടമാണ്. അതിൻ്റെ ട്രാക്കാണ് ഇത്. നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാനുള്ള ട്രാക്കാണ്. ഈ ട്രാക്കിൽ സെൻറ്ററിൽ വരുന്നത് സെൻറ്ററിൽ ലൈൻ ഉണ്ടാവും. ഇത് ഈ ഷേപ്പിൽ ആണ് ട്രാക്ക് കാണുന്നത്. ഹോസ്പിറ്റൽ ടർട്ടിലാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് എറോട്നൈക്കോളിസ് ഇംപീരിയക്കേറ്റ്. ഇതിൻ്റെ കാരപ്പേസ് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കാരപ്പേസ് ഓവർലാപ്പിംഗ് കാരപ്പേസ് ആണ്. ഇത് ലാറ്ററൽ സ്ക്യൂൾ 4 എണ്ണവും സെൻട്രൽ സ്ക്യൂൾ 5 എണ്ണമാണ് വരുന്നത്. ഇതിൻ്റെ സൈഡ് കർവ് വരുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇതിന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുക. അതുപോലെ ഇതിൻ്റെ 2 പെയർ ആയിരിക്കും ഇത്. ഫ്രണ്ടിൽ ബീക്ക്, അതുപോലെ ബീക്ക് തത്തമ്മച്ചുണ്ടാണ് ഇതിൻ്റെ ബീക്ക്. ഇതാണ് ഇതിൻ്റെ ട്രാക്ക്. ഒരു ഓവൽ ഷേപ്പ് ട്രാക്ക് ആയിരിക്കും. അതിൻ്റെ സെൻട്രൽ ലൈൻ ഉണ്ടാവും. പിന്നെ അതുപോലെ ഇതിൻ്റെ ഏകദേശം ഒരു വലിപ്പം വയ്ക്കുന്നത് 75 മുതൽ 90 സെൻറ്റിമീറ്റർ വരെ വലിപ്പം വയ്ക്കും. 80 കിലോ വരെ വെയിറ്റും വരും. ഇത് കൂടുതലും നെസ്റ്റിംഗ് നടത്തുന്നത് നൈറ്റ് ടൈമിലാണ്. അതുപോലെ ഒരു ടൈമിൽ മുട്ട ഇടുമ്പോൾ 110 മുതൽ 150 വരെ മുട്ട ഇടും. ഏകദേശം 60 ദിവസമാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. ഒരു മുട്ട ഉടക്കാൻ എടുക്കുന്ന സമയമാണ് 60 ദിവസം. അത് ഒരു വർഷത്തിൽ 2 മുതൽ 4 വർഷത്തിനിടയ്ക്ക് ഈ നെസ്റ്റിംഗ് സീസണാണ്. അത് കഴിഞ്ഞ് ഓരോ ഓരോ മുട്ട ഇടുന്ന കഴിഞ്ഞാലും പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത എഗ് ലേയിങ്ങിനായിട്ട് ബീച്ചിലോട്ട് വരിക. അതുപോലെ ആ സീസൺ കഴിഞ്ഞാൽ അടുത്ത 2-3 വർഷത്തേക്ക് ഇത് മുട്ടയിടാനോ ബീച്ചിലോട്ട് ഫീഡിങ് കാര്യങ്ങളായിട്ട് മൈഗ്രേഷൻ പീരീഡായിട്ട് പോകും.